രാജ്യത്ത് ബി.ജെ.പി. ഇതര കക്ഷികൾ ഭരിക്കുന്ന സർക്കാരുകളും ഗവർണർമാരും തമ്മിലുള്ള പോരിൽ സുപ്രീം കോടതി വരുത്തിയ വ്യക്തത ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഫെഡറൽ സംവിധാനത്തിനും കരുത്താകുമെന്ന പ്രതീക്ഷയാണ് സൃഷ്ടിച്ചത്. രാഷ്ട്രീയ പോര് അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ശക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടായില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അകാരണമായി അനിശ്ചിതകാലം തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായാണ് വ്യക്തമാക്കിയത്. എന്നാൽ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പുവെക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. ഇതോടെ ബില്ലുകളിൽ ഒപ്പിടാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ച ജസ്റ്റിസുമാരായ JB പാർദിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് കഴിഞ്ഞ ഏപ്രിലിൽ പുറപ്പെടുവിപ്പിച്ച വിധി അസാധുവാക്കപ്പെട്ടു. ഗവർണറുടെ അധികാരത്തിൽ ഇടപെടാനും ബില്ലുകൾക്ക് അനുമതി നൽകാനും സുപ്രീം കോടതി ഉൾപ്പെടെ മറ്റാർക്കും അവകാശമില്ലെന്ന് ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയതോടെ ഇതിനകം ഈ വിഷയത്തിൽ ചില നടപടികളുമായി മുന്നോട്ടുപോയ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കുരുക്കായേക്കാം. ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നതായുള്ള ആക്ഷേപം ഇന്ത്യയിൽ പലപ്പോഴും ഉയർന്നിട്ടുള്ളതാണ്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതോടെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആരോപണങ്ങളും ശക്തിപ്പെടുകയും ചെയ്തു. തുടർന്നാണ് രാഷ്ട്രീയ താൽപര്യത്തോടെ ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞുവെക്കുന്നതായി ആരോപിച്ച് സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് ഗവർണർമാർക്ക് സമയപരിധി വെച്ച് നടത്തിയ വിധിയാണ് ഇപ്പോൾ അസാധുവാക്കപ്പെട്ടത്. ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി വെച്ച 2-അംഗ ബെഞ്ച് തമിഴ്നാട് ഗവർണർ പിടിച്ചുവെച്ച 10 ബില്ലുകൾക്ക് അനുമതി നൽകിയതായും പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി മുഖേന സുപ്രീം കോടതിക്ക് റഫറൻസ് അയച്ചത്. ഇതിനിടെ കേരളം, കർണാടക, തെലുങ്കാന, ഹിമാചൽ, പഞ്ചാബ് സംസ്ഥാനങ്ങൾ തമിഴ്നാടിനൊപ്പവും NDA ഭരണമുള്ള മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഒഡീഷ, ഉത്തർപ്രദേശ്, ഗോവ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനൊപ്പവും ചേർന്നതോടെ ഇതൊരു രാഷ്ട്രീയ നിയമ പോരായി അക്ഷരാർത്ഥത്തിൽ മാറി. BS ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് 10 ദിവസത്തെ വാദത്തിന് ശേഷമാണ് വിശദമായ മറുപടി നൽകിയത്. നിയമപോരിൽ ഇരു കൂട്ടർക്കും വിജയം അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ടായതെന്ന് സാമാന്യമായി പറയാൻ കഴിയും. ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ചെക്ക് വയ്ക്കാൻ സംസ്ഥാനങ്ങളെ ഭരണഘടനാ ബെഞ്ച് അനുവദിച്ചില്ല. അതേസമയം ഗവർണർമാരുടെ രാഷ്ട്രീയ കളി വേണ്ടെന്ന് വ്യക്തമാക്കിയതായും ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു സംസ്ഥാനത്തെ യഥാർത്ഥ അധികാര കേന്ദ്രം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെന്ന് കോടതി വ്യക്തമാക്കി. ജനങ്ങൾക്കും സുപ്രീം കോടതിക്കും ബോധ്യമാകുന്ന കാരണമില്ലാതെ കേവലം രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിലുള്ള പിടിച്ചുവെക്കലുകൾ ഇല്ലാതാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കേരള പ്രണാമം. ചിന്താശകലങ്ങൾ.